ഇന്ന് നാരദന്റെ കഥ കേൾക്കാം. ഓ, നഞ്ചുട്ടി നാരദന്റെ കഥയാണ് വായിക്കണേ അല്ലേ? നാരദൻ ആരായിരുന്നു എന്നറിയോ കഴിഞ്ഞ ജന്മത്തിലെ? നാരദൻ ആരായിരുന്നു? ഉപബർഹണൻ കേട്ടോ. ഉപബർഹണൻ എന്നുള്ള ഒരു ഗന്ധർവനായിരുന്നു. അതെ, നാരദ മഹർഷി വ്യാസഭഗവാനോട് പറയുകയാണ്. വ്യാസഭഗവാൻ എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ രചിച്ചിട്ട് മനസ്സമാധാനം ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറയാണ് ഭാഗവതം രചിക്കൂന്ന്. അപ്പൊ പറയാണ്, നാരദന്റെ കഥ പറയാണ്, ഞാൻ എന്നെ കഴിഞ്ഞ ജന്മത്തില് ഉപബർഹണൻ എന്ന് പറഞ്ഞ ഒരു ഗന്ധർവനായിരുന്നു. ഗന്ധർവനെ ഗന്ധർവ സ്ത്രീകളോട് കൂടിയിട്ടേ ഒരു ദിവസം ഈ സത്രം നടത്തണം അവിടേക്ക് ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് വന്നു. അപ്പൊ പ്രജാപതി അവര് ശപിച്ചു, ഈ ഒരു ശൂദ്രനായി തീരട്ടെ. അപ്പോഴേ ഈ നാരദ മഹർഷി ഒരു ശൂദ്ര സ്ത്രീയിലൊരു ജനിച്ചു. അപ്പൊ ആ നാരദന്റെ അമ്മല്ലേ, നാരദന്റെ അമ്മ എവിടേക്ക് പോകുമ്പോഴും അമ്മ പോകുമ്പോ കുട്ടികളെയും കൊണ്ടുപോയില്ലേ. അപ്പോൾ നാരദൻ്റെ അമ്മ അങ്ങനെ ഓരോ വീട്ടിലൊക്കെ ഓരോ പണിക്ക് നിൽക്കും. അപ്പോൾ ഒരു ദിവസം ചാതുർമാസ്യകാലം വന്നപ്പോഴേ അവിടെ മഹർഷിമാർ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വന്നു. അവിടെ അവരെയൊക്കെ ശുശ്രൂഷിക്കായി നാരദൻ്റെ അമ്മ പോവും. നാരദൻ്റെ അമ്മ പോകുമ്പോഴേ നാരദനെയും കൊണ്ടുപോകും. പിന്നെ കുട്ടിയെ കൊണ്ടുപോകും. നാരദനെ കൊണ്ടുപോയിട്ട് നാരദനോട് പറയേ, മോനെ അത് ചെയ്തു കൊടുക്കണം, നമ്മളെ കുട്ടി അത് ചെയ്തു കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം അവർക്ക് മഹർഷിമാർക്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെ എല്ലാം നാരദ മഹർഷി ഇങ്ങനെ കുട്ടിയല്ലേ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പൊ മഹർഷിമാർക്ക് നാരദന് നല്ല ഇഷ്ടമായി. അപ്പൊ അവര് നല്ല കഥ പറഞ്ഞു കൊടുക്കും, നല്ല ഭഗവാന്റെ പാട്ട് പറഞ്ഞു കൊടുക്കും, ഒക്കെ ചെയ്തു. അവര് ചാതുർമാസ്യകാലം കഴിഞ്ഞപ്പോഴേ അവര് യാത്രയാവേണ്ട സമയമായി. അവര് പോയപ്പോ ഈ നാരദനെ അറിയ അങ്ങനെ അതുപോലെ ഭഗവാന്റെ കഥയും പറഞ്ഞിട്ട് നാരദന്റെ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ ചിന്ത മാത്രമായിട്ടോ. പക്ഷെ നാരദന അമ്മക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാ, അമ്മയെ നോക്കണ്ടേ? അപ്പൊ നാരദൻ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നാരദന്റെ അമ്മ പാമ്പ് കടിച്ച് മരിച്ചു. പിന്നെ നാരദൻ ഒറ്റയ്ക്കായി. അപ്പൊ നാരദൻ പിന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ കുറേ നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കുറേ നല്ല സ്ഥലങ്ങളിൽ കൂടെ പോയി. കൈലാസത്തേക്ക് പോയി. അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ, കൈലാസത്തേക്കല്ല, അങ്ങനെ ബദരിക്കും അങ്ങനെ പോയി. ഭഗവാൻ അപ്പൊ അങ്ങനെ പോയപ്പോഴേ ഒരു ദിവസം ഇങ്ങനെ ധ്യാനത്തിലിരുന്നപ്പോഴേ ഭഗവാൻ ഇങ്ങനെ വന്നു കേട്ടോ. ഭഗവാൻ വന്നിട്ട് വേഗം കണ്ണ് തുറന്നു നോക്കുമ്പോ പിന്നെ ഭഗവാനെ കാണാനും ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കൊറേ കണ്ണടച്ചപ്പോ പറഞ്ഞ് ഭഗവാന്റെ അശരീരി കേട്ടു, അടുത്ത ജന്മത്തില് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് നീ ജനിക്കും. അപ്പൊ നീ എന്നെ കാണാൻ എപ്പോഴും നാമം ചൊല്ലിയിട്ട് നീ നടക്കും, എന്റെ കീർത്തനങ്ങൾ